പുതുവത്സര ദിന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണമടക്കം നിർണായക പൊതുപരിപാടികൾ നടക്കാനിരിക്കുന്ന ജനുവരിയിൽ ഫെഡറൽ, സ്റ്റേറ്റ്, ലോക്കൽ സംവിധാനങ്ങൾ ഒന്നിച്ച് സുരക്ഷ കടുപ്പിക്കുകയാണ്. ന്യൂ ഓർലിയൻസിൽ 15 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ പ്രതിയുടെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിച്ചതോടെ വരും ദിനങ്ങളിൽ സമാന ആക്രമണങ്ങൾക്കുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടിരുന്നു FBI. അതേ ദിവസം ലാസ് വേഗസിൽ ട്രംപ് താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിൽ ടെസ്ല പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ട സംഭവവുമായി ഓർലിയൻസിലെ ആക്രമണത്തിന് ബന്ധമുണ്ടോ എന്ന അന്വേഷണം നടന്നെങ്കിലും ഇരു സംഭവങ്ങളും തമ്മിൽ ബന്ധം കണ്ടെത്തിയില്ല. അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ സൈനിക ഉദ്യോഗസ്ഥൻ മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇയാൾക്ക് ട്രംപുമായി യാതൊരു വൈരാഗ്യവും ഇല്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങടക്കം നിർണായക പൊതുപരിപാടികളാണ് ക്യാപിറ്റോൾ നഗരമായ വാഷിംഗ്ടണിൽ നടക്കാനിരിക്കുന്നത്. ലോക നേതാക്കളടക്കം VIP-കളുടെ നിരയെത്താൻ പോകുന്ന ചടങ്ങിൽ ഒരുവിധ സുരക്ഷാ വീഴ്ചകളും ഉണ്ടാകാതെ പഴുതടയ്ക്കാനാണ് ഫെഡറൽ, സ്റ്റേറ്റ്, ലോക്കൽ സേനകളുടെ മുന്നൊരുക്കം. ചരിത്രത്തിൽ ആദ്യമായി ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഡിസംബർ 29-ന് അന്തരിച്ച മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ ജനുവരി 9-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ജനുവരി 6-ന് ട്രംപിന്റെ പ്രസിഡന്റ് പദവി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും. 4 വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ച് ട്രംപ് അനുകൂലികൾ നടത്തിയ കുപ്രസിദ്ധ ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ വാർഷിക ദിനം കൂടിയാണ് അന്ന്. ജനുവരി 20-ലെ ചടങ്ങിന് മുൻപ് 19-ന് ക്യാപിറ്റോൾ 1 അരീനയിൽ റിപ്പബ്ലിക്കൻസ് പദ്ധതിയിട്ടിരിക്കുന്ന വിക്ടറി റാലിയും കനത്ത സുരക്ഷയിലായിരിക്കും നടക്കുക. സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചതായി വാഷിംഗ്ടൺ പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന NBA ബാസ്കറ്റ്ബോൾ മത്സരങ്ങളിൽ നഗരത്തിലെ വർദ്ധിച്ച പോലീസ് സാന്നിധ്യം പ്രത്യക്ഷമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.